വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ഞാലിപ്പൂവൻ പഴം കൊണ്ട് ഒരു പഴംപൊരി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. ഏത്തപ്പഴം കൊണ്ടല്ലേ നമ്മൾ കഴിച്ചേക്കുന്നത്. ഇന്ന് നമുക്ക് ഞാലിപ്പൂവൻ പഴം കൊണ്ടൊരു പഴംപൊരി ഉണ്ടാക്കാവേ. അതിനായിട്ട് നമ്മുടെ മൈദ മാവിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ജീരകവും കൂടി എടുത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് നമ്മുടെ പഴം ഒന്ന് പൊളിച്ചിടുകയാണേ. ഇങ്ങനെ കരിഞ്ഞൊക്കെ ഇരിക്കുന്ന പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വൈകുന്നേരത്തെ ഒരു ചെറിയ സ്നാക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി പഴമെല്ലാം കൂടി ഇട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മാവിനകത്ത്. ഇനി നമ്മുടെ എണ്ണയൊക്കെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇട്ടെടുക്കാം കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവേ. ഇടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. എണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ പൊട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് എണ്ണയ്ക്കകത്ത് നമ്മൾ വറുത്തെടുക്കുന്ന സാധനമാണെങ്കിലും വളരെ ശ്രദ്ധിച്ച് എണ്ണയ്ക്കകത്ത് ഇടാവുള്ളേ. നമുക്ക് ഇതൊക്കെ ഒന്ന് എല്ലാം കൂടി ഒന്നാക്കി നമുക്ക് എടുക്കാം. നമ്മുടെ ബോളി തിരിച്ചിടാൻ പോവുകയാണേ. തിരിച്ചിടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ഇടാൻ. ഒത്തിരി പൊക്കിയിട്ട് കഴിഞ്ഞാൽ എണ്ണ തെറിക്കുവേ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മുടെ ബോളിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് കോരി എടുക്കുകയാണേ. ബാക്കിയും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ഞാലിപ്പൂവൻ പഴം കൊണ്ടുണ്ടാക്കിയ പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നും പോകല്. ടാറ്റാ ബൈ ബൈ.